അറിവാകാശത്തിലെ അക്ഷരങ്ങൾ മണ്ണിൽ നിറവായി വിളയുന്നു. വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും. എന്താണ് വിജ്ഞാന ഭാഷ? ഏറ്റവും പുതിയ വിജ്ഞാനധാരകളെ, അതായത് ശാസ്ത്രവും സാങ്കേതികവുമായ മേഖലകളെ ഭാഷയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമ്പോൾ നമ്മുടെ ഭാഷ വിജ്ഞാന ഭാഷയായി. വൈജ്ഞാനിക സമൂഹം. എന്താണ് വൈജ്ഞാനിക സമൂഹം? അതായത് നവസാങ്കേതിക കാലത്തെ, നേരത്തെ പറഞ്ഞ ശാസ്ത്ര സാങ്കേതിക വളർച്ചയിലുണ്ടായ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ പര്യാപ്തമായ ഭാഷ കൈകാര്യം ചെയ്യുന്ന ആ മാനവ സമൂഹത്തെ സൂചിപ്പിക്കുന്ന വിശേഷണമാണ് വൈജ്ഞാനിക സമൂഹം. അതായത് എന്തൊക്കെയാണ്? നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, നാനോ ടെക്നോളജി തുടങ്ങിയ രംഗങ്ങളിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ഈ വൈജ്ഞാനിക സമൂഹം. ആ വൈജ്ഞാനിക സമൂഹം കൈകാര്യം ചെയ്യുന്ന ഭാഷയാണ് വിജ്ഞാന ഭാഷ. അത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മുടെ ഭാഷയ്ക്ക് ആവണം. അവിടെയാണ് നമ്മുടെ ഭാഷയുടെ പുരോഗതി സാർത്ഥകമാകുന്നത്. നമ്മുടെ മാതൃഭാഷ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി ഈ വിജ്ഞാന ഭാഷയെ ഉൾക്കൊള്ളാൻ പാകത്തിൽ ആകുമ്പോൾ നമ്മളും ഒരു വൈജ്ഞാനിക സമൂഹത്തിൻ്റെ ഭാഗമാകും. ഡോക്ടർ C.M. മുരളീധരൻ ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ വിശദമായി ഒന്ന് കേട്ടാലോ? വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും. ശാസ്ത്രബോധവും യുക്തിചിന്തയും മുറുകെ പിടിച്ച് ആധുനിക ജീവിതത്തിലേക്ക് മുന്നേറിയ നാടാണ് കേരളം. ഇവയോടൊപ്പം മതനിരപേക്ഷതയുടെയും സാമൂഹിക നീതിയുടെയും ജനാധിപത്യത്തിൻ്റെയും മൂല്യങ്ങളും കേരളീയ നവോത്ഥാനം ഉയർത്തിപ്പിടിച്ചിരുന്നു. എന്നാൽ ഇന്ന് യുക്തിരാഹിത്യവും അശാസ്ത്രീയതകളും സമൂഹ ജീവിതത്തിൽ ആഴത്തിൽ വേരുകളിറക്കിയിരിക്കുന്നു. മതനിരപേക്ഷതയും സാമൂഹിക നീതിയും ജനാധിപത്യവും വെല്ലുവിളികൾ നേരിടുകയാണ്. പുതിയ കാല വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും അതിജീവിക്കുന്നതിനും സമൂഹത്തെ സജ്ജമാക്കേണ്ടതുണ്ട്. ശാസ്ത്രവിജ്ഞാനവും ശാസ്ത്രാവബോധവും വളർത്തുകയും ശാസ്ത്രം മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വിശദീകരിച്ചുകൊണ്ട് മനുഷ്യരെ ശുഭാപ്തി വിശ്വാസികളാക്കി മാറ്റുകയും ചെയ്യുക എന്നത് ഒരു പ്രധാന കർമ്മ പദ്ധതിയായി ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള വിജ്ഞാനോൽപാദനവും പ്രസാരണവും നവസമൂഹ സൃഷ്ടിക്ക് ആവശ്യമായ അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ പ്രധാനമായ ഒന്നാണ്. ഈ സമൂഹത്തെ ഒരു വിജ്ഞാന സമൂഹമായി പരിവർത്തിപ്പിക്കുക എന്നത് അടിയന്തര കർത്തവ്യമാണ്. വിവരസാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം വിജ്ഞാനത്തെ സാർവജനീനമാക്കാനും ജനാധിപത്യവൽക്കരിക്കാനും സഹായകമായിട്ടുണ്ടെന്ന് പരക്കെ അംഗീകരിക്കപ്പെടുമ്പോഴും ഡിജിറ്റൽ അസമത്വം പെരുകുകയാണെന്ന വസ്തുതയും കാണേണ്ടതുണ്ട്. സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ തന്നെയാണ് വിജ്ഞാന സമ്പത്തും കൈയടക്കി വച്ചിരിക്കുന്നത്. ഈ വിജ്ഞാനശേഷി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ കൂടുതൽ സാമ്പത്തിക ശേഷി കൈവരിക്കുന്നു. സാമ്പത്തിക ശേഷിയിലും വിജ്ഞാന സമ്പത്തിലും പിന്നിൽ നിൽക്കുന്നവർ കൂടുതൽ പിന്തള്ളപ്പെടുകയാണ്. ഉയർന്ന സാക്ഷരത, ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസത്തോടുള്ള താൽപ്പര്യം, ശക്തമായ സാമൂഹിക സുരക്ഷാ ശൃംഖല എന്നിങ്ങനെ വിജ്ഞാന സമൂഹമായി മാറുന്നതിനാവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും കേരളത്തിലുണ്ട്. കൃത്യമായ കാഴ്ചപ്പാടും ഇച്ഛാശക്തിയും അധികാരികൾക്കുണ്ടാവുക എന്നതാണ് നിർണായക സംഗതി. അതുകൂടി ഉണ്ടായാൽ വികസന രംഗത്ത് രൂപപ്പെട്ട കേരള മാതൃക പോലെ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങൾക്ക് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒരു വിജ്ഞാന സമൂഹമായി കേരളം മാറും. എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഭാഷ വിജ്ഞാന ഭാഷയായി മാറുന്നത്? നവീന വിജ്ഞാനധാരകളെ ഒരു ഭാഷയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് അത് വിജ്ഞാന ഭാഷയായി മാറുന്നത്. എത്രമാത്രം വിജ്ഞാന മേഖലകളെ ഭാഷയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുവോ അത്രമാത്രം ആ ഭാഷ വളരുന്നു എന്ന് പറയാം. വിജ്ഞാന മേഖല നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഓരോ വിഷയ മേഖലയിലും പുതിയ അറിവുകൾ കടന്നുവരുന്നു എന്ന് മാത്രമല്ല നിരന്തരമായി രൂപപ്പെടുന്നുണ്ട്. അവ കൈകാര്യം ചെയ്യാൻ നാം ദൈനംദിന വ്യവഹാരത്തിന് ഉപയോഗിച്ചു പോരുന്ന ഭാഷ മാത്രം പോരാ, വിനിമയം ചെയ്യുന്ന വിഷയമേഖലയുടെ
പ്രത്യേകതകൾക്കനുസരിച്ചും അവയുടെ സങ്കീർണതയ്ക്കനുസരിച്ചും വിജ്ഞാന ഭാഷയുടെ ശൈലിയിലും മാറ്റങ്ങൾ വന്നു ചേരും. ആധുനിക വിജ്ഞാന പ്രസാരണത്തിന് അനിവാര്യമായ പുത്തൻ പദാവലികളുടെ ആവിഷ്കാരം, അതിനനുസൃതമായ ഭാഷാപ്രയോഗങ്ങളുടെ പരീക്ഷണം, ശാസ്ത്ര സാങ്കേതിക ശബ്ദാവലികളുടെ നിർമ്മാണം, ഉയർന്ന നിലവാരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക പുസ്തകങ്ങളുടെ വിവർത്തനം, വ്യത്യസ്ത ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളെ അധികരിച്ച് മൂലഗ്രന്ഥങ്ങൾ തയ്യാറാക്കൽ എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലൂടെയോ ഒരു ഭാഷയെ വിജ്ഞാന ഭാഷയാക്കി മാറ്റാൻ കഴിയും. പുതിയ വിജ്ഞാനങ്ങൾ മലയാളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ മറ്റു ഭാഷകൾ നമ്മെ തേടി വരും. മലയാളത്തിൽ ഉൽപ്പാദിപ്പിച്ച വിജ്ഞാനങ്ങളെ മുൻനിർത്തി മറ്റു ഭാഷകൾ വിവർത്തനത്തിന് തുനിയുമ്പോഴാണ് നമ്മുടെ ഭാഷ ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തുന്നത്. വൈജ്ഞാനിക സമൂഹമെന്ന സങ്കല്പത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. മാനവ സമൂഹത്തെ അതത് കാലത്തെ സവിശേഷതകൾക്കനുസരിച്ച് പ്രത്യേക പേരുകൾ നൽകി വിശേഷിപ്പിച്ചു പോരാറുണ്ട്. കാർഷിക സമൂഹം, വ്യാവസായിക സമൂഹം, മുതലാളിത്ത സമൂഹം തുടങ്ങിയ വിശേഷണങ്ങൾ അങ്ങനെയാണ് രൂപം കൊള്ളുന്നത്. ഈ ഒരു രീതിയുടെ തുടർച്ചയായാണ് ഇന്നത്തെ മാനവ സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉൽപാദന മേഖലയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം അറിവിന് കൈവന്ന മേൽക്കൈ മുൻനിർത്തിയാണിത്. മുമ്പൊരിക്കലും അനുഭവപ്പെടാത്ത തരത്തിലുള്ള വേഗതയിലും വ്യാപ്തിയിലുമാണ് ഇന്ന് വിജ്ഞാന മേഖലകൾ വളരുന്നത്. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, ജീനോമിക്സ്, നാനോ ടെക്നോളജി തുടങ്ങിയ നവീന രംഗങ്ങളിലെ മുന്നേറ്റങ്ങൾ രാശിയുടെ ഗതിവിഗതികളെ ഒട്ടാകെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളവയാണ്. സമകാലിക സമൂഹത്തെ വൈജ്ഞാനിക സമൂഹമെന്ന് വിശേഷിപ്പിച്ചു തുടങ്ങുന്നത് 1970-കളോടെയാണ്. 80-കളോടെ ഇത് കൂടുതൽ വ്യാപകമായ തോതിൽ ഉപയോഗിച്ചു തുടങ്ങി. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതികളാൽ പ്രചോദിതമാകുന്നതും സംസ്കാരം, ഭാഷ തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ഉൾക്കൊള്ളുന്നതുമാണ് വൈജ്ഞാനിക സമൂഹം. വൈവിധ്യം കൊണ്ടും ശേഷി കൊണ്ടും പരിപോഷിപ്പിക്കപ്പെടുന്ന ഒന്നാണത്. നിരന്തരമായി അറിവ് സൃഷ്ടിക്കപ്പെടുക മാത്രമല്ല വൈജ്ഞാനിക സമൂഹത്തിൽ സംഭവിക്കുന്നത്. സൃഷ്ടിക്കപ്പെടുന്ന അല്ലെങ്കിൽ പോഷിപ്പിക്കപ്പെടുന്ന അറിവിൻ്റെ പ്രസാരണവും അവിടെ പ്രധാനമാണ്. ഇങ്ങനെ വിജ്ഞാനം പ്രസരിപ്പിക്കുന്നതിലൂടെ ജനജീവിതത്തെ മെച്ചപ്പെടുത്താനും കഴിയേണ്ടതുണ്ട്. പുതുതായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അറിവുകളും നാട്ടിൽ നിലനിൽക്കുന്ന തനത് അറിവുകളും സമന്വയിപ്പിക്കാനും അവയെ നിരന്തരമായി പ്രയോജനപ്പെടുത്തി നാടിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പുരോഗതി ഉറപ്പുവരുത്താനും കഴിയുന്ന ഒന്നിനെയാണ് വൈജ്ഞാനിക സമൂഹമെന്ന് നമുക്ക് വിളിക്കാൻ കഴിയുക. അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സമൂഹത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ സ്വതന്ത്രമായി പങ്കുചേരാനുള്ള അവകാശം തുടങ്ങിയ ഘടകങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ആധുനിക വിവര സമൂഹം മുൻകാലങ്ങളിലെ വൈജ്ഞാനിക സമൂഹ സങ്കല്പങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നായി മാറുന്നുവെന്ന് യുനെസ്കോ ചൂണ്ടിക്കാണിക്കുന്നു. വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാനവ പുരോഗതിക്ക് വേണ്ടി വിജ്ഞാനം നിർമ്മിക്കാനും പ്രയോഗിക്കാനുമായി തിരിച്ചറിയൽ, ഉൽപ്പാദിപ്പിക്കൽ, ക്രമീകരിക്കൽ, പരിവർത്തിപ്പിക്കൽ, പ്രസരിപ്പിക്കൽ എന്നീ ശേഷികളുടെ സമൂഹങ്ങളാണ് വൈജ്ഞാനിക സമൂഹങ്ങൾ. ബഹുത്വം, കൂട്ടിച്ചേർക്കൽ, ഐക്യപ്പെടൽ, പങ്കാളിത്തം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ശക്തമായ സാമൂഹിക വീക്ഷണം ഇവയ്ക്ക് ആവശ്യമാണെന്നും വൈജ്ഞാനിക സമൂഹങ്ങളിലേക്ക് ടുവേർഡ്സ് നോളജ് സൊസൈറ്റീസ് എന്ന യുനെസ്കോ രേഖ അടിവരയിടുന്നു. വൈജ്ഞാനിക സമൂഹങ്ങളിലേക്ക് ഭാഷകളുടെ പ്രശ്നത്തെ കൂടി അഭിസംബോധന ചെയ്തേ വൈജ്ഞാനിക സമൂഹ നിർമ്മിതി സാധ്യമാകൂ എന്നും യുനെസ്കോ രേഖ അഭിപ്രായപ്പെടുന്നു. ലോകത്ത് നിലനിൽക്കുന്ന ബഹുഭാഷിത്വവും ബഹുസംസ്കാരങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. തനത് അറിവുകളുടെ സംരക്ഷണത്തിലും പ്രാദേശിക ഭാഷകളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളം വൈജ്ഞാനിക സമൂഹമായി മാറണമെങ്കിൽ വലിയ തോതിൽ വിജ്ഞാനം ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. വിഷയത്തിൽ അവഗാഹമുണ്ടാകുമ്പോഴേ വിജ്ഞാനോൽപാദനം നടക്കൂ. ഉന്നത ബിരുദങ്ങൾ നേടി എന്നതുകൊണ്ട് ഒരാൾക്ക് ആ വിഷയത്തിൽ അവഗാഹമുണ്ടായി എന്നർത്ഥമില്ല. അവഗാഹം രൂപപ്പെടാൻ നല്ലത് സ്വന്തം ഭാഷയിൽ കാര്യങ്ങൾ മനസ്സിലാക്കലാണ്. അറിവ് നിർമ്മാണം എന്നത് സാമൂഹികമായൊരു പ്രക്രിയയാണ്. ക്ലാസ് മുറികളിൽ നിന്ന് പഠിക്കുന്നത് പോലും അറിവായി മാറുന്നത് സാമൂഹികമായ ഇടപെടലുകളിലൂടെയാണ്. സമൂഹത്തിൻ്റെ ഭാഷയിലൂടെയാണത് നടക്കുക. മാതൃഭാഷാധിഷ്ഠിത പഠനത്തിൻ്റെ പ്രാധാന്യം ഇവിടെയാണ് പ്രസക്തമാവുന്നത്. ഒപ്പം ആധുനിക വിജ്ഞാന മേഖലകളെ കൈകാര്യം ചെയ്യാൻ കഴിയും വിധം മലയാള ഭാഷയെ പരിവർത്തിപ്പിക്കുകയും വേണം. എഴുതിയിരിക്കുന്നത് CM മുരളീധരൻ.